60 കിലോമീറ്റർ സ്പീഡ് നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാം. റൈറ്റ് സൈഡിലെ നമ്മുടെ വണ്ടി 60 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ 100 കിലോമീറ്ററിലേക്ക് വണ്ടി സ്പീഡ് കൂട്ടുകയാണ്. ചെറിയ റോഡാണ്, സ്പീഡിൽ തന്നെ പോകാം എന്നുള്ളതിന് ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരും തന്നെ ട്രാഫിക് നിയമങ്ങൾ വയലേറ്റ് ചെയ്യില്ല. ഏറ്റവും പ്രധാന കാര്യം ആരും ഓവർടേക്ക് ചെയ്തു വരില്ല. ഈ റോഡിൻ്റെ നടുക്ക് നമുക്ക് കാണാൻ ഡിവൈഡർ ഒന്നുമില്ല, പക്ഷേ ബോൾഡായിട്ടുള്ള ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ, അതായത് ഒരു ദീർഘ നേർരേഖയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും ഇത് ഓവർടേക്ക് ചെയ്യത്തില്ല. കണ്ടില്ലേ, ഡബിൾ ലൈനാണ്. ഇവിടെ ആരും ക്രോസ് ചെയ്യത്തില്ല. നമുക്കൊരു ഇറക്കമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളൊരു സൈൻ ഉള്ളത് കാരണം തന്നെ ആരും ഓവർടേക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് റേറ്റ് വളരെ കുറവാണ്, അങ്ങനെ ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം. കുറച്ചൊരു വില്ലേജ് ഏരിയ ആണെങ്കിൽ പോലും ഈ കാടൊന്നും മൂടി മറഞ്ഞു കിടക്കാതെ അതെല്ലാം നമുക്ക് സിഗ്നൽസൊക്കെ എവിടെയൊക്കെ ബെൻഡുകളുണ്ടോ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെയാണ്. അതൊക്കെ അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇവിടെയും കണ്ടില്ലേ, ബ്രോക്കൺ ലൈൻസ് അല്ല, നേരെ ലൈൻസ് തന്നെയാണ്. കാരണം ചെറിയൊരു ഇറക്കം വരുന്നുണ്ട്. ഈ രണ്ട് സൈഡുകളിലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. കൃഷികളുണ്ട്, കന്നുകാലി വളർത്തലുണ്ട്. ഒരു സൈഡിലൊക്കെ, നമ്മുടെ ഇടത് സൈഡിലൊക്കെ ആയിട്ട് ഈ പുല്ല് അവർ വളർത്തി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേലിയൊന്നും കെട്ടിയിട്ടില്ല. ഈ കന്നുകാലികളൊക്കെ റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ ജസ്റ്റ് ഇതുപോലെ പുല്ലൊക്കെ പൊക്കത്തിൽ വളർത്തി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ ഒരു ചെറിയ സ്ഥലം ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ചെറുതായിട്ട് റോഡൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്ന ആ സ്ഥലത്ത് അവർ ഓവർടേക്ക് ചെയ്യാൻ ബ്രോക്കൺ ലൈനും ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലാത്ത സ്ഥലത്തെല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്. സോ ആരും തന്നെ ഓവർടേക്ക് ചെയ്യില്ല. ഇവൻ വഴിയിൽ വണ്ടികളൊന്നും ഇല്ല എങ്കിൽ പോലും അവരൊരു 99% പേര് റൂൾസ് കൃത്യമായിട്ട് പാലിക്കുമെന്നുള്ളതാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ നമുക്ക് പുതിയ വീഡിയോകളും ട്രാഫിക് നിയമങ്ങളും ടിപ്സുമായിട്ടൊക്കെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഉഴലൂതും മേഘം വെയിൽ ചായും